ഹേ വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് അല്ല ഹൈറ്റെയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഹൈറ്റെയിലും മൈൻക്രാഫ്റ്റും കൊളാബടിച്ച ഒരു മൊബൈൽ ഗെയിമാണ് മിനി വേൾഡ് ക്രെറ്റ. നമ്മളിപ്പം ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത് ഒരു മൈൻക്രാഫ്റ്റ് ഹൈറ്റെയിലൊക്കെ പോലെ ഉണ്ടാവും. ഏകദേശം ഹൈറ്റെയിൽ പോലെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഹൈറ്റെയിൽ എന്ന് വിളിക്കാം, മൊബൈൽ ഹൈറ്റെയിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ അക്കൗണ്ടൊക്കെ സൈൻ ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിമാണ്. പിന്നെ നമുക്ക് ഇതിൽ സെർവർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് മൈൻക്രാഫ്റ്റ് സ്കിന്ന് പോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഇതൊക്കെ എന്താ സംഭവം വേണ്ട, ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഈ എൻ്റെ മൈൻക്രാഫ്റ്റ് സ്കിന്നും. ചെറുതായിട്ട് മുടിയും നീല കളറൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ ID മണ്ടേ കാണുന്നത്. അപ്പം നമുക്ക് മൾട്ടിപ്ലെയർ ആണെങ്കിലും എല്ലാം ഉണ്ടാവും, സംഭവം ഉണ്ടാവും. ഞാൻ ഇവിടെ വേറൊരു വേൾഡ് ക്രിയേറ്റ് ആക്കി നോക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആകാം. കണ്ട, ക്രിയേഷൻ, ഡെവലപ്പ്, സർവൈവൽ. പിന്നെ നമുക്ക് ഹാർഡ് കോറൊക്കെ കളിക്കാം ഗൈസ്. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ ഫസ്റ്റ് വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ വരാം. ലെറ്റ്സ് ഗോ. ഹാർഡ് കോർ ഇല്ല, ഡിഫിക്കൽട്ടി ഓർഡിനറി വേണ്ട, ഓർഡിനറി ഇട്ടേക്കാം. പിന്നെ റാൻഡം, പിന്നെ ട്രെയിൻ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല തോന്നുന്നു ഗൈസ്. നമുക്കിപ്പോൾ നേരെ വേൾഡ് ക്രിയേറ്റ് ആക്കാം. ലെറ്റ്സ് ഗോ. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഭയങ്കര പ്രൈസിന് ഇഷ്ടപ്പെടും. നമ്മൾ വേൾഡ് കേട്ടിട്ടുണ്ട്. ഇത്രയും സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരും ഗൈസ്. കുറച്ച് ഫുഡും പിന്നെ ഒരു ടോർച്ച് എന്തായാലും നന്നായി. ടോർച്ചിലോട്ടിരിക്കുകയാണ്, ടോർച്ച് നന്നായി. ഓക്കെ, അപ്പോൾ ഇത് മാപ്പൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇത്രയും സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണെങ്കിൽ ഇത്രയും മാപ്പ് കാണിക്കും. നമ്മൾ ഒത്തിരി സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണിക്കും. പിന്നെ ഹൈറ്റയിൽ നമ്മൾ വേൾഡ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു സാധനം തരും ഫസ്റ്റായിട്ട്. അതുപോലെ തന്നാൽ ഗൈസ് നമുക്കിതും. പിന്നെ ഇതെന്താ, എനിക്ക് ഒത്തിരി അറിയത്തില്ല. നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതെന്താ, ഇത് നമ്മുടെ ഇൻവെൻട്രി. ഇതുണ്ട്, നമുക്ക് എന്തൊക്കെയോ ലെതർ ആർമറൊക്കെ തരും ഫ്രീ ആയിട്ട് ആദ്യം. ഇതാണ് ഇൻവെൻട്രി. പിന്നെ എന്താ, പിന്നെ നമുക്ക് മറ്റേ ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റും. കണ്ടാ, ഓരോ ആനിമേഷൻ കണ്ടോ നമ്മളിങ്ങനെ ഓടുമ്പോൾ, അത് വൈബാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പം നമുക്ക് സുധിനെ പോലെയൊക്കെ എടുക്കാം. ഹലോ ഗായ്സ്, എൻ്റെ ഒരു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തടി വെട്ടാം. അതിന് മുമ്പ് നമുക്ക് കല്ലൊക്കെ എടുക്കാം. കേട്ടാ, ഇതിൽ മൈൻക്രാഫ്റ്റിനെ പോലെ അല്ല, കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ കൈകൾ കൊണ്ട് സ്റ്റോൺ വെട്ടാൻ പറ്റും. കാണിച്ചു തരാം. ഇപ്പോൾ കൈയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട, കല്ലിട്ടും സ്റ്റോൺ തന്നെ അല്ലേ? അതെ സ്റ്റോൺ. ഇതെന്താ, തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ആണോ? ഇതെന്താ, കോട്ടണോ? ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എങ്ങനെയൊക്കെയാണെന്ന് പഠിക്കുക. ഇതെന്താ ഇത്? ഓരോ ഷിപ്പാ? ഇതൊന്നും ചെയ്യാൻ പറ്റുമോ? ഇതെന്താ, ലീവ്, വ്യൂ, സ്റ്റാർട്ട്, ട്രാവൽ. ഇതെന്തൊക്കെയോ ഷിപ്പ് പോലത്തെയാണ്. സ്ട്രോങ് ഹോൾഡ് പൊസിഷൻ, റെക്കോർഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ അപ്ഗ്രേഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ പാൽ വേൾഡ് കളിച്ചവർക്കും അറിയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത് ഇത് ചാടുക, പിന്നെ ഇത് കുനിയുക. അത് തന്നെ മനസ്സിലായി. പിന്നെ കുറച്ച് ലാഗുണ്ട് കഴിച്ച്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇതെന്താ, ഇവിടെ ഫസ്റ്റ് തന്നെ എന്തോ ഓറൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ, ഡയമണ്ടാ? ഇതേ പിക്കാക്സ് വേണം ഗൈസ്. പക്ഷേ ഇതെന്താ, മഷ്റൂമോ? അപ്പം ഗൈസ് നമുക്ക് തടി വെട്ടാം. എനിക്ക് ഒത്തിരി ഒന്നും മനസ്സിലാവണില്ല ഈ ഗെയിമിനെ പറ്റി. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഓരോരോ ലെറ്റർ, നമ്മളിപ്പോൾ സുധിയൊക്കെ ആണെങ്കിലും സുധി ഫസ്റ്റ് കളിക്കുമ്പോൾ തന്നെ ഹൈറ്റയിൽ പ്രോയൊന്നും ഇല്ലായിരിക്കുമല്ലോ. അവരോട് കളിച്ച് സെറ്റാകുമ്പോഴായിരിക്കും. അതുപോലെ നമുക്ക് ഇത് ഓരോരോ എപ്പിസോഡൊക്കെ ആകുമ്പോൾ കളിച്ച് പഠിക്കാം ഗൈസ്. ഇത് സ്റ്റോൺ ആക്സ് തോന്നുന്നു. ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എങ്ങനെയാണെന്ന് എന്താ പറയുമോ? ഇതാണ് ഈ പലകയായിട്ടാണ് ഗൈസ് കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇതെന്താ, സ്പ്രേ പാൻറ് ക്യാനോ? ഇനി ക്രാഫ്റ്റ് ചെയ്യേണ്ടത് അറേഞ്ച് വെച്ചാൽ ശരിക്കും കറക്റ്റായിട്ട് വയ്ക്കുന്നതാണ്. അടുത്തത് തന്നെ ക്രാഫ്റ്റ്. അത് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കിതാ വേണ്ടത്. ഇതിന് 3 സ്റ്റോണും 2 പലകയോ? 2 പലക മതി. അപ്പം അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്യില്ലേ? കൈ കിട്ടിയോ? കൈ കിട്ടി. ലെറ്റ്സ് ഗോ. അപ്പം ഇങ്ങനെയാണ് ഇത് കളിച്ച് പഠിക്കേണ്ടത്. നമ്മൾ ഓരോ സംഭവങ്ങൾ
പതുക്കെ പതുക്കെ ഓരോ ഇതിലാവുമ്പോൾ കളിച്ച് പഠിക്കണം. അപ്പം ഞാൻ അവിടെ ഒരു ഓറ് കണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അയൺ പിക്കാക്സ് പോലെ ഉണ്ട്. ഇത് ശരിക്കും സ്റ്റോൺ പിക്കാക്സാണ്, പക്ഷെ കാണുമ്പോഴേ അയൺ പിക്കാക്സ് ഒക്കെ പോലെ ഉണ്ട്. ആ ഓറ് അവിടെ ഇതെന്താ? ഇതെന്തത്? ഇപ്പൊട്ടാമസോ? ഇതെന്തോ ജീവിയാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റുമോ? തിരിച്ചടിക്കുമോ? അറ്റാക്ക് ചെയ്യുന്ന ജീവിയാണോ? അയ്യോ, ഇത് മറ്റേ ജന്തുവാണിത്. ആ അയ്യോ ഗൈസ്, എൻ്റെ ഹെൽത്ത് കണ്ടാ? ഹെൽത്ത് ഇപ്പൊ കുറേ തുടങ്ങി. മൈ ഗോഡ് ആ ലെസ്കോ കൊന്ന്. പിന്നല്ല, പ്രോയാണ് നമ്മൾ, പ്രോയായി. ഇതേ നമുക്ക് അവനെ കൊന്നപ്പോൾ എന്തൊക്കെയോ കിട്ടിയത് ലെതറല്ലേ ഇത്? സോഫ്റ്റ് ലെതറും കിട്ടി, പിന്നെ ചിക്കനും കിട്ടിയതല്ലേ നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. യെസ്. അതെന്താ? അത് നമ്മൾ വന്ന സ്ഥലമല്ലേ ഫസ്റ്റ് ബേസ് ലെസ്കോ. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്താണെന്ന്. ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട് ഗൈസ്. ഇതേ തെങ്ങൊക്കെ ഉണ്ടല്ലോ. ഇതിൽ വില്ലേജ് ഒക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഹൈറ്റേൽ വില്ലേജ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട്. വേറെ ബയോംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി ഏകദേശം കുറയാറായിട്ടുണ്ട് കേട്ടാ. അപ്പം അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പും കാര്യമുണ്ട്. അത് മരമാണോ? നോക്കി, എന്തിനൊരു മരം അത്! എൻ്റെ പൊന്നേ. ആപ്പിളൊക്കെ ഇരിക്കണ്. ആപ്പിൾ ഇപ്പം കണ്ട. ഇപ്പം നമ്മുടെ മാപ്പ് കുറച്ചുകൂടെ കൂടി. ഇതെന്താ? റീസ്പോൺ പോയിന്റ്. ഓക്കെ, ഇത് മിക്കവാറും നമുക്ക് ഗൈസ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായ? മറ്റേ നമുക്ക് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിൽ കാണുന്ന പോലെ നമ്മുടെ സ്പോൺ പോയിന്റ് സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഹോം ആണെങ്കിലും ബെഡ് അങ്ങനെ സെറ്റാക്കാൻ പറ്റും. വേണ്ട, അത് വേണ്ട. അതെന്തായാലും നന്നായി. അതാകുമ്പോൾ നമ്മൾ എത്ര ദൂരെ പോയാൽ നമുക്ക് തിരിച്ചു വരാനുള്ള വഴി കിട്ടും. ലെസ്കോ. ആ ഫീച്ചർ ഹൈറ്റേലുണ്ടല്ലോ ഇല്ലേ? അറിയത്തില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റാക്കണം. അതിന് മരമൊന്നും ഇട്ടേണ്ടത്. ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പിടിച്ചു കയറാലോ അല്ലേ? കയറാവില്ല ഗൈസ്. മൂമ്പി കഴിക്കാട്ടോ, ഹങ്കറില്ല. ഫുഡ് എങ്ങനെ കഴിക്കുന്നേ? ഇങ്ങനെ. ഓക്കെ, കുറച്ചും കൂടി. ലെസ്കോ. ഇത് ഫുഡാണോ? അല്ലേ, ഭരണി പോലെ ഉണ്ടല്ലോ. ഭരണിയാണോ? ഇതന്നെ. അതിനെ കൊന്നപ്പോൾ എനിക്ക് അയ്യോ, അതിനെ വെച്ചപ്പോൾ എനിക്ക് എന്താ ഇത് പാൽ വേൾഡ് പോലെ ഉണ്ടല്ലോ കാണാൻ അല്ലേ? ഇനി നമ്മുടെ പെറ്റായോ? എനിക്ക് പാൽ വേൾഡായിട്ട് തോന്നേണ്ടത്. പാൽ വേൾഡ് ഇങ്ങനെയല്ലേ ഒരുപാട് മോൺസ്റ്റീസൊക്കെ നമ്മുടെ പെറ്റാക്കി ബാക്കിയുള്ള മോൺസ്റ്റീസിനെ കൊല്ലാൻ പോണത്. ഏകദേശം അതിലുണ്ട്. എനിക്കത് പാൽ വേൾഡും പിന്നെ മൈൻക്രാഫ്റ്റും പിന്നെ ഹൈറ്റേലും മിക്സായൊരു ഗെയിമാണ്. ഇത് കുറച്ച് ഗ്രാഫിക്സും കുറച്ചു അവിടെ പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. പിന്നെ ഈ ഹൈറ്റേൽ കളിക്കാൻ ഇഷ്ടമാണ്. കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ട് കളിക്കുക. ഇത് വേറെ നല്ല പിക്കാക്സാണ്. കോപ്പർ പിക്കാക്സൊക്കെ വേണമായിരിക്കും. സ്റ്റോൺ കിട്ടുമായിരിക്കും. അല്ല, അപ്പോൾ ഇത് സ്റ്റോൺ ആണെങ്കിൽ അതന്നെ, അത് കോബിൾ സ്റ്റോൺ ആയിരിക്കും മിക്കവാറും. ബ്ലോക്കായിട്ടുള്ളത്. ഇത് ബ്ലോക്കായിട്ടുള്ളതല്ലോ നമ്മൾ ഇത്രയും എടുത്തത്. ഇതെന്താന്ന് നോക്കാം. ഓക്കെ, ഇതെന്താ? ഇത് ഗ്ലേസ്ഡ് ബ്രിക്സോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനമാണ്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ബേസൊക്കെ ഉണ്ടാക്കാൻ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കാം. അപ്പം ഇത് ഉപകാരപ്പെടുമായിരിക്കും. ഇത് പ്ലാങ് അല്ലേ? പ്ലാങ് ആയിരിക്കും. പ്ലാങ് അല്ലേ? വുഡൻ ബോർഡ്. മൈൻക്രാഫ്റ്റിൽ ഇത് പ്ലാങ്ങിനെ ആയിരിക്കും ഗൈസ് വിളിക്കുന്നത്. ഇതിനകത്തായിരിക്കും ഇങ്ങനെ. ഇത് കുറച്ചെടുത്തേക്കാം ഗൈസ്. വാവ്, ഇത് കൊള്ളാല. ഇതും എടുത്തേക്കാം. യെസ്, അത് കൈ കിട്ടി ഭാഗ്യം. ഇതെന്താ? ഇത് ഫെൻസ് അല്ലേ? ഇത് മേൽക്കൂരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് ശരിക്കും ഇതുപോലെ തന്നെയുണ്ട് കേട്ടാ. മറ്റേ ഹൈറ്റേലിൽ മറ്റേ മേൽക്കൂര പോലത്തെ സാധനമുണ്ട് ഇതിനകത്തുണ്ട് കേസ്. അത് മൈൻക്രാഫ്റ്റിലില്ല ഫീച്ചർ. ഓക്കെ, ഇതെന്താ? ക്ലൈം ആള്. ഇത് നമുക്ക് ഓരോരോ അച്ചീവ്മെൻറ്റ് പോലെ ഉണ്ട് കേട്ടോ. ഓരോരോ അച്ചീവ്മെൻറ്റ് കളിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ റിവാർഡൊക്കെ കിട്ടും.
എനിക്കിപ്പോൾ എന്തോ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയേ? ഒന്നും കിട്ടിയില്ലേ? ഇതിൽ നമ്മുടെ ലെവലൊക്കെ എവിടെ ചെയ്ത് വെച്ചേക്കുന്നേ? ലെവലില്ലേ? ആ ലെവലാണോ നമ്മുടെ മറ്റേ ഇവിടെ ഇരിക്കുന്നത് XP കണ്ട ആ ഓറഞ്ച് സാധനം? അതൊന്നുമില്ല, ലെവലാന്ന് തോന്നുന്നു. ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ടെ. ഇതെന്താ കസാര? ഇത് കസാരയാണോ? ഇരിക്കാൻ പറ്റുമോ? അല്ല ഇത് ഫെൻസാ, ചുമ്മാ വെച്ചേക്കണെന്ന് ഗൈസ്. പക്ഷേ ഇരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശരിക്കും ഹൈറ്റെയിലായേനെ. ഹൈറ്റെയിലകത്ത് ഇരിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇൻട്രോ എടുക്കാം. വാട്സാപ്പ് ഗെയിം എന്താ കിട്ടില്ല. ഐ ലൈക്ക്. ഇതിലൊക്കെ റീപ്ലേ മോഡ് ഉണ്ടോ എന്തോ അറിയത്തില്ല. ദൂരത്തോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. പിന്നെ നമുക്കിപ്പോൾ എന്താ ചെയ്യാനുള്ള? ബെഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് ക്രാഫ്റ്റിംഗ് റെസിപ്പി വരെ നോക്കാം എന്തൊക്കെയൊക്കെ. ടാർഗറ്റ് റെസിപ്പി. ടാർഗറ്റ് എന്താ? ഡിഫീറ്റ് ദ വോയിഡ്. ഇവരാന്ന് പറയുക ചെയ്തിട്ടുള്ള വില്ലൻ. നമ്മളൊരു അച്ചീവ്മെൻറ്റ് കളക്ട് ചെയ്ത് ഈ വില്ലനെ തീർക്കണമായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ 4 മോർണിംഗ് ഗ്ലോറി. അങ്ങനെ ആ ടാർഗറ്റൊക്കെ ഉണ്ടാവും ഗൈസ്, അറിയത്തില്ല. ഇതെന്താ? ഇതൊരു ബെഡ്. ഇവിടെ ബെഡ്. ഇത് മെറ്റീരിയൽസ് റെക്കോർഡ്. ഇതായിരിക്കും ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിള്. പിന്നെ ഇതൊക്കെ എന്താണ്? ഇത് ഷവല്, റോപ്പ്, വള്ളി. ഇതെന്താ? എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ബെഡ് ഇതുവരെ കണ്ടില്ല. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതെന്താ സംഭവം? വെപ്പണാ ഇത്? ഇത് മറ്റേ അടിക്കുന്ന സാധനം. ഓ ഇത് ഓമ്പോ ആനിമേഷൻ കണ്ടാ? എനിക്ക് ശരിക്കും ഇങ്ങനെ നോക്കണം. എങ്ങനെ നോക്കട്ടെ? അടിക്കടാ. ഓ അടി. ഒമ്പോ ബിയപ്പം കിട്ടിയത് നന്നായി. പക്ഷെ എനിക്കിത് ഇത്ര സെക്കൻഡ് 6 സെക്കൻഡ് നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ മെയ്സൊക്കെ പോലെ. അതെന്തായിരുന്നു സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോർച്ച് ഫസ്റ്റ് തന്നെ കിട്ടിയോണ്ട് ഇവിടെയൊക്കെ വയ്ക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗെയിം. അപ്പോൾ ഇതിൻ്റെ ഇനി പാർട്ട് 1 പാർട്ട് 2 ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനായിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങാൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതെന്നതാ? ഇതെന്താ? ആദ്യമേ ബാറിലെന്നാ ഹേസ്റ്റിക്കോ? ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ. അപ്പോൾ ഇനിയും ഗെയിം പ്ലേ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു ഓടുന്ന ആനിമേഷൻ കണ്ട, അതുപോലെ സ്പീഡിൽ ഓടുന്ന ആനിമേഷൻ പൊളിയാണ്. ആ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ആനിമി പോലെ. അപ്പോൾ മറ്റൊരു കിടക്കാഴ്ച വീഡിയോ ബൈ ബൈ.